ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും പിടികിട്ടി കാണുമല്ലോ, ഒരു കുക്കിംഗ് വീഡിയോ ആണ് എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ തന്നെയാണ്. ഇന്നൊരു ചിക്കൻ കറി വെക്കുന്ന വീഡിയോയാണ്. ഇന്ന് വെക്കുന്ന ആൾ മാറ്റമാണ്. ഇന്ന് ഏട്ടനത് ഏറ്റെടുത്തിരിക്കുകയാണ്, വെറൈറ്റി ടൈപ്പിലൊക്കെ വെക്കാമെന്നും പറഞ്ഞു. അപ്പോൾ ഏട്ടൻ്റെ ചിക്കൻ കറി എങ്ങനെയുണ്ടെന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ അത് ചട്ടി ചൂടായി നമ്മൾ എണ്ണയൊക്കെ ഒഴിക്കുകയാണ്. എണ്ണ ഒഴിച്ച് കടുക് താളിക്കുന്ന പരിപാടിയാണ് ആദ്യത്തേത്. അങ്ങനെ കടുകും വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മുടെ സവാളപ്പൊട്ടനെ എടുത്ത് ഇതിനകത്തോട്ട് എണ്ണയിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാള പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ സവാള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്കിനി തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ മസാലകളെല്ലാം വഴറ്റിയെടുത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നേരത്തെ നമ്മൾ സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പേ ചേർത്തിട്ടുള്ളായിരുന്നു. അപ്പോൾ നമുക്ക് ചിക്കനും കൂടെയുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ച് കുറച്ച് നേരം വേവിച്ചെടുക്കാം.
ഇപ്പം നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് നമുക്ക് മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് ഒരു 2 മിനിറ്റും കൂടെ മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പത്തിൻ്റെ കൂടെയോ കപ്പയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെയും പോകുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.